മരുമകനായിട്ട് എങ്ങനെയായിരുന്നു? ഇഷ്ടമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു. എന്തെങ്കിലും അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോകാൻ താല്പര്യം കൂടുതൽ. എല്ലാ സ്ഥലത്തും വിരീക്ഷിച്ചിരുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. ആണോ? അവര് തമ്മിൽ ഒരു പെർട്ടിക്കുലർ 2 എയർഫോഴ്സ് അല്ലേ, അതിന്റെ ആ ഒരു അടുപ്പമുണ്ടെന്ന്. ആ ഒരു സംസാരിക്കുമ്പോ ഒരുപാട് നല്ല കോൺവെർസേഷൻസ് വരാൻ എളുപ്പമാണല്ലോ. രണ്ടുപേരും കൂടെ പഴയ വീരകളൊക്കെ പറഞ്ഞു. അങ്കിള് അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ട് പൊതുവെ ഇങ്ങനെ എയർഫോഴ്സ് ആർമിയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഓരോ കഥകൾ, അങ്ങനത്തെ കഥകളൊക്കെ പറയും. പ്രത്യേകിച്ച് ഇഷ്ടമാണ് അവരുമായിട്ട്. പിന്നെ ഈ പോലീസ്, അവർ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പോലീസിൽ, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കമലഹാസനും അങ്കിളും ഇത് അവർ വലിയ അടുപ്പമായിരുന്നു. ആണോ? പോയിട്ടുണ്ടോ ആന്റി? ഞങ്ങളെച്ചാൽ ഞങ്ങൾ ഈ ഞാൻ പറഞ്ഞില്ല, തിരുവനന്തപുരത്ത് ഹോട്ടൽ താരെ താമസിക്കുമ്പോൾ അങ്ങനെ കമലഹാസൻ വന്ന് സോമന്റെ റൂമിൽ താമസിക്കുള്ളൂ. അപ്പോൾ ഞാൻ പുറത്തായി. അപ്പോൾ എന്നെ വീട്ടിൽ വിടും. ഞാനും എന്നെ പിള്ളേരെയും വീട്ടിൽ വിട്ടിട്ട് അപ്പോൾ കമലഹാസൻ സോമന്റെ റൂമിൽ താമസിക്കുന്നത്. അങ്ങനെ കമൽ വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ഞങ്ങളിഞ്ഞ് പോരണ്ടേ. അങ്ങനെ അവർ വലിയ ഇവിടെ വരികയൊക്കെ ചെയ്യുമായിരുന്നു. മിക്കവാറും പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. കമലഹാസനും അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെക്കുന്ന കൂട്ടത്തിലായിരുന്നു അല്ലേ കാര്യമായിട്ട്? ഇത് എവിടുന്ന എയർപോർട്ടിൽ വെച്ച് ഇൻവൈറ്റ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ. ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടാണോ? അതെനിക്ക് തോന്നുന്നു അമ്മയുടെ ഫംഗ്ഷൻ്റെതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. രാഷ്ട്രീയ ബന്ധം, പൊളിറ്റിക്സ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അതെ അതെ, ഒന്നും ഇഷ്ടമായിരുന്നു രാഷ്ട്രീയം. കർണാടക സാറൊക്കെ ആയിട്ട് വലിയ അടുപ്പമായിരുന്നു. കർണാടക സാറ്, പിന്നെ കർണാടക സാറ്, പിന്നെ കുര്യൻ സാർ, ഗീത, ആക്ട്രസ് ഗീത, മമ്മൂട്ടി, ഇ.കെ. നായനാർ സാറ്, സാർ, കരുണാരൻ, ലീഡറും സോമൻ അങ്കിളും അവർ വലിയ ഇഷ്ടമായിരുന്നു. അവിടെ മിക്കവാറും കരുണാകരൻ സാറിനെ കാണാൻ പോകുമായിരുന്നു. തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ അദ്ദേഹം താമസിക്കുന്ന വീടുണ്ടല്ലോ, അപ്പോൾ മിക്കവാറും പോയി കാണുമായിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളി പറയണം. കമലഹാസനും വിളിച്ചു, മദ്രാസിന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, അതിന്റെ എല്ലാം ഇങ്ങോട്ട് ഫാക്സ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ കാര്യം ചോദിച്ചു ആന്റി, പൊതുവെ ഈ ഫിലിമില് ചിലരുടെ, എല്ലാവരുടെയും ലൈഫ് ഞാൻ പറയില്ല, പക്ഷെ ചിലരുടെയെങ്കിലും ലൈഫ് ഇപ്പം ഫിലിമിലുള്ളിടത്തോളം നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് ഫിലിമിന് പിന്നെ അവർ പെട്ടെന്ന് നമ്മളെ വിട്ട് പോകുമ്പം അങ്കിൾ എല്ലാം സെറ്റിൽ ചെയ്തിട്ടാണ് പോയത്. കാരണം മോളുടെ കല്യാണം കഴിഞ്ഞു, മോൻ്റെ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ട്രബിൾസ് ഒന്നുമില്ല. അങ്കിളായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വസ്തുവും ഫ്ലാറ്റും എല്ലാം കിടപ്പുണ്ടായിരുന്നു. സോമട്ടം പോയി കഴിഞ്ഞാൽ ഞാൻ മക്കൾ കൊടുത്തു. ഒരു ട്രബിൾ ഒന്നും ഉണ്ടായില്ല. എല്ലാം അങ്കിൾ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ സമയം പോകാനും എൻ്റെ ആവശ്യത്തിനുള്ള കമ്പനിയുണ്ട് അവിടെ. ഞാൻ തുടങ്ങി, പക്ഷെ സോമൻ ഇഷ്ടമായിരുന്നു, നന്നായി എന്ന് പറഞ്ഞു. സോമട്ടൻ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തു തന്നു. ഇഷ്ടമായിരുന്നു ഇങ്ങനെ ആന്റി ചെയ്യുന്നത്, ആന്റി ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു എയർഫോഴ്സ് കൾച്ചർ അപ്പോഴും അങ്കിളുടെ മനസ്സിൽ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു അല്ലെ? അങ്കിള് ഒരു ക്ലോസ് മൈൻഡ് ഉള്ള ഒരാളായിരുന്നു. സോമൻ ഒരുപാട് ഫ്രീ ആയിരുന്നു, ഒത്തിരി ഫോർവേഡും ആയിരുന്നു ആള്. ഒത്തിരി ഫോർവേഡ്. നമ്മുടെ ഒന്നിനും ഒരു നോ പറയുവോ അല്ലെ അങ്ങനെ പോരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് നോക്കുക ഒന്നുമല്ല. നമ്മുടെ ഇഷ്ടത്തിനെല്ലാം നമ്മൾക്ക് 100% സ്വാതന്ത്ര്യം എല്ലാത്തിനും. ഇത് മോളുടെ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ കുഞ്ഞല്ലേ? ഇവിടെ ഇതിവിടെ വെച്ചിട്ടായിരുന്നു, ഇവിടെ വെച്ചിട്ടല്ലേ? അതവിടെ വെച്ചായിരുന്നു. ദാസേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളുടെ അവാർഡ്സും ഇതൊക്കെ എങ്ങനെ ഓർമ്മയുണ്ടോ ആന്റിക്ക്? ഓരോ ഇതും ആദ്യത്തെ അവാർഡ് കിട്ടിയത് ഗായത്രിക്കായിരുന്നു. പിന്നെ അത് ആദ്യത്തെ ഫിലിം തന്നെ, അത് തന്നെ അവരുടെ കിട്ടി. പിന്നെ കിട്ടിയത് തണലിന് കിട്ടി. പിന്നെ രാഗം താനം പല്ലവി സ്വപ്നാടനം, അതിന് അവാർഡ് കിട്ടി. കുട്ടികളുടെ സ്കൂളിലൊക്കെ ഫംഗ്ഷനൊക്കെ പോവായിരുന്നു, ഇൻവൈറ്റ് ചെയ്യില്ലേ? അങ്ങോട്ടും പോവായിരുന്നു. മക്കള്, അതായത് മോള് ഒന്നും അങ്ങനെ ആക്ടിങ്, ഡാൻസ് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല? ഇല്ല, രണ്ടുപേരും കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടില്ല. എന്റെ സാജിയെ പിന്നെ അവര് വിളിച്ചോണ്ടൊന്ന് പോയിന്നേ ഉള്ളൂ. സോമനുള്ള സമയത്ത് വിളിച്ചതാ, സാജിയോട് അഭിനയിക്കാൻ പറഞ്ഞതാ. ആരണ്യ കാണ്ടം എന്ന് പറഞ്ഞ സിനിമയിലോ മറ്റോ അവൻ പോയില്ല, ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കംപ്ലീറ്റ്ലി ദുബായിൽ സെറ്റിൽഡ് ആണ് അല്ലേ സാർ? ഗായത്രി കൂടെയുള്ള ഫോട്ടോഗ്രാഫ്. ഗായത്രി മോളെ പോലെ തന്നെയാണ്, അതായത് അല്ലെ സിന്ധു ചേച്ചിനെ പോലെ തന്നെയാണ്. ഗിരീഷിന്റെ ഛായ ആണോ? ചെറുതില്ലല്ലേ? അങ്കിളും ഭയങ്കര ചെറുപ്പായിട്ടിരിക്കുന്ന. ഇത് അങ്കിളും സാച്ചേട്ടനും മോനും മോളുടെ മോളും ഗായത്രിക്കാണ് കംപ്ലീറ്റ് അങ്കിളുടെ ആ ഒരു ഇത് കിട്ടിയത് അല്ലെ? നമുക്ക് നോക്കാം ഇനി ഗായത്രി വലുതാവുമ്പോ ഏത് പ്രൊഫഷൻ എടുക്കുന്നു.
ആക്ച്വലി ഈ ഫോട്ടോ എല്ലാം ഒരുവിധം വി ജസ്റ്റ് വെൻ ത്രൂ ഓൾ ദ ഫോട്ടോഗ്രാഫ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫ് ഇതാണ്. വെരി സ്വീറ്റ് ഫോട്ടോഗ്രാഫ്. ബൈ ഓൾ മീൻസ് ഒരു സ്വീറ്റ് മെമ്മറി. ഈ ഫോട്ടോഗ്രാഫ് എപ്പോഴെടുത്തതെന്ന് എറണാകുളത്ത് ദ്വാരക വെച്ചെടുത്തത്, ദ്വാര ഹോട്ടലിൽ. എന്തോ പറഞ്ഞ ആന്റിയും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. അങ്കിൾ എന്തോ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു അവിടെ പറഞ്ഞിച്ച് ഓർമ്മയുണ്ട് ആന്റിക്ക്? ഓർമ്മയില്ല. ആന്റി ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫോമലായി പോകും. എന്നാലും ആന്റിക്ക് നല്ല തിരക്കുണ്ട്. എൻ്റെ ഇടയ്ക്കും ആന്റീൻ്റെ ഓർമ്മകൾ നമ്മളൊന്ന് പിടിച്ചു നിർത്തി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആന്റീനെ സംസാരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ആന്റിക്ക് തന്നെ അറിയാം ആന്റി. ഞാനിപ്പോ ഒന്നും മിണ്ടാതിരിക്കുമല്ലോ, സോമട്ടം പോയത് പിന്നെ ആരോട് സംസാരം ഇല്ലല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ അങ്ങ് ആയിപ്പോയതായിരിക്കും തോന്നുന്നു. ഇത്രയും എനിക്ക് തന്നെ അറിയാം ഞാൻ സംസാരിക്കുന്നത് പോരാന്ന്. അപ്പൊ അങ്കിളിന്റെ ഒരു വേറെ ഒരു ഇത് നമ്മൾ സ്ക്രീനിൽ കണ്ട സോമൻ, ആ പേരാണ് അങ്ങനെയാണല്ലോ സോമന. കൊച്ചു പിള്ളേർ സോമൻ എന്നാ പറയുന്നത്. അതെ, അത് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ വരുന്നില്ല. നമ്മ ചിലരെങ്കിലും അത് തെറ്റിദ്ധരിക്കും എന്തുകൊണ്ട് ആ പേര് പറയണത്. എന്നുവെച്ചാൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ സോമൻ അല്ലെങ്കിൽ ഒരാളുടെ പേര് അങ്ങനെ പേരിലാണ് അറിയുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഇത്രയും അടുത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും അടുത്ത്. പക്ഷെ അങ്കിള് പോയി കഴിഞ്ഞതേ ശരിക്കും അങ്കിളിനെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു യോഗം അല്ലെങ്കിൽ ഒരു ഭാഗ്യം ഉണ്ടായത്. സ്വീറ്റ് മെമ്മറീസിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ആൻറ്റി വന്നത്, അല്ല ആൻറ്റി ഇത്രയും സംസാരിച്ചതിൽ വളരെ സന്തോഷം ആൻറ്റി. With this, we come to the end of this episode of Sweet Memories, but I'll see you next time.